അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയിലും മനുഷ്യ ശരീരത്തിലുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ ഇതുവരെ തുടർച്ചയായി വിശദീകരിക്കപ്പെട്ടു. മനുഷ്യൻ്റെ സ്വന്തം അസ്തിത്വം മുതൽ ആകാശഭൂമികളുടെ കോണുകൾ വരെ എവിടെ കണ്ണോടിച്ചു നോക്കിയാലും എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ശരിവെക്കുന്നു. ഇവിടെ അതിനിസ്സാരമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സംസാരിക്കാൻ കഴിവുള്ളവനും തർക്കിക്കുന്നവനുമായ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അവൻ്റെ ആവശ്യത്തിന് വേണ്ടി അനേകം മൃഗങ്ങളെ സൃഷ്ടിക്കുന്നു. അവയുടെ രോമവും തോലും പാലും രക്തവും മാംസവുമെല്ലാം മനുഷ്യപ്രകൃതിയുടെ വളരെയേറെ ആവശ്യങ്ങൾ. അവൻ്റെ സൗന്ദര്യാസ്വാദനത്തിന് പോലും അത് കാരണമായിത്തീരുന്നു. ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കാനുള്ള ഏർപ്പാട്, ഭൂമിയിൽ പലതരം പഴങ്ങളും ധാന്യങ്ങളും ചെടികളും ഉണപ്പിക്കാനുള്ള വ്യവസ്ഥ ഇത്യാദി വ്യത്യസ്ത ശാഖകൾ സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം മനുഷ്യൻ്റെ പ്രകൃതിപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമാണ്. രാപ്പകലുകളുടെ മാറ്റങ്ങൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ചലനം എന്നിവയ്ക്ക് ഭൂമിയിലെ ഉൽപ്പന്നങ്ങളോടും മനുഷ്യൻ്റെ ആവശ്യങ്ങളോടും ബന്ധമുണ്ട്. ഭൂമിയിൽ സമുദ്രങ്ങൾ ഉണ്ടാവുന്നതും അവ കാരണം മനുഷ്യൻ്റെ പ്രകൃതിപരവും അല്ലാത്തതുമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതും അത്ഭുതകരം തന്നെ. വെള്ളം ചില പ്രത്യേക നിയമങ്ങളനുസരിച്ച് ഉണ്ടായിത്തീരുന്നു. സമുദ്രങ്ങളുടെ വിരിമാറ് പിളർന്ന മനുഷ്യൻ കപ്പലോടിക്കുകയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ദേശാടനത്തിനായും വ്യാപാരത്തിനും സഞ്ചരിക്കുകയും ചെയ്യുന്നു. പർവ്വതങ്ങളുടെ സാന്നിധ്യം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഭൂതലം മുതൽ ആകാശത്തിലെ ഉന്നത മേഖലകൾ വരെ അസംഖ്യം അടയാളങ്ങളും ചിഹ്നങ്ങളും വ്യാപിച്ചു കിടക്കുന്നു. അവയെല്ലാം മനുഷ്യർക്ക് പ്രയോജനപ്രദവുമാണ്. ഒരേ അസ്തിത്വമാണ് ഇതൊക്കെ നിർമ്മിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നു. അവൻ തന്നെയാണ് അവക്ക് രൂപം നൽകിയതും അവൻ തന്നെയാണ് പുതിയ പുതിയ വസ്തുക്കൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണിവ. ഭൂമിയിൽ ആകാശം വരെയുള്ള ഈ അതേ യന്ത്രശാലയുടെ ആകമാന വ്യവസ്ഥയിൽ അല്പം പോലും വ്യത്യാസം ഇതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. ഇതെല്ലാം തികച്ചും യാദൃച്ഛിക സംഭവമാണെന്ന് ഒരു വിഡ്ഢിയോ ധിക്കാരിയോ അല്ലാതെ മറ്റാര് പറയും? അതോടൊപ്പം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ ഇരുട്ട് മൂലമോ ദിക്കുകൾ അറിയാതെ വരുമ്പോൾ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗതിയും നോക്കി സ്ഥാനവും സമവിയും കണക്കാക്കാൻ സാധിക്കുന്നു. അത് മനുഷ്യന് മരുഭൂമിയിലും സമുദ്രത്തിലുള്ള യാത്രയിലും വളരെ ആവശ്യമാണ്. ഇതൊന്നും മനുഷ്യരോ മറ്റു വല്ലരോ രൂപം നൽകിയതല്ല. എല്ലാം അള്ളാഹുവിൻ്റെ മാത്രം പ്രവൃത്തി, അവൻ്റെ മാത്രം സൃഷ്ടി, അവൻ്റെ മാത്രം വ്യവസ്ഥ. എല്ലാവർക്കും സുപരിചിതമായ ഈ സത്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.